നമസ്കാരം, നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് കോൺഫ്ലേക്സ് വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കോൺഫ്ലേക്സ് വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനിയിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവലെടുത്താലും മതി, അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ കൈ കൊണ്ട് ഒരു 4 പിടി കോൺഫ്ലേക്സാണ് എടുത്തത്. കപ്പ് കണക്ക് പറയുകയാണെങ്കിൽ 200 ml കപ്പിൽ 2 കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് കുതിരാൻ വെക്കണം. ഒരു 2 മിനിറ്റ് നേരം വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. 2 മിനിറ്റ് മതി ഇത് കുതിരാൻ, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വെക്കാം. ഇപ്പോൾ അവലാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവൽ കുതിർന്ന് കിട്ടാൻ ഇത്രയും സമയം എടുക്കില്ല. അവൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ കുതിരാനധികം സമയമൊന്നും വേണ്ട കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വേണ്ടി വരും. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കോൺഫ്ലേക്സ് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലേക്സ് വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് കുറേ അധികമൊന്നും കുതിർന്ന് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ പാകത്തിന് സോഫ്റ്റായിട്ടുണ്ട്, അധികം അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കോൺഫ്ലേക്സ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഈ കോൺഫ്ലേക്സിലേക്ക് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല, നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോഴേ ഈ കോൺഫ്ലേക്സ് ആയിട്ട് കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു കിട്ടുള്ളൂ. കട്ട്ലേറ്റ് ഷേപ്പാക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റും. ഇപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലേക്സിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തത്, പച്ച അരിപ്പൊടി ആയാലും മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചാട്ട് മസാലയാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ചാട്ട് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഈ കൂട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വയ്ക്കുക. അവിലുണ്ടെങ്കിൽ അവിലൊന്ന് നനയ്ക്കുക, അല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഒന്ന് നനയ്ക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ അങ്ങനെ തടവിയിട്ട് ഈ കൂട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി മാറ്റാം. ഇത് നല്ലൊരു കട്ട്ലേറ്റാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് എന്നെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളൂ. ഇപ്പോൾ ആ കൂട്ട് മുഴുവനും ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി ഒരു 2 പിടി കോൺഫ്ലേക്സ് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ
ഇപ്പോൾ ഈ ഷേപ്പാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇതേപോലെ മൈദ കലക്കിയിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചിട്ടുള്ളതിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് അമർത്തിയെടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലേക്സൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റിയിരിക്കും. ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ അവിൽ വെച്ചിട്ടാണ് ഈ കട്ട്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിന് പകരം അവിൽ ഇതേപോലെ മിക്സിയുടെ ബൗളിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം തന്നെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്താൽ മാത്രം മതി. ഇനി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. ഇനി ഈ കട്ട്ലേറ്റ് ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. ഇപ്പോഴത്തെ കട്ട്ലേറ്റൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇത് നല്ല അടിപൊളി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബാക്കി ഉണ്ടായിരുന്ന കട്ട്ലേറ്റും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.